ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തെ അവഗണിക്കുന്നുവെന്ന പരാതി. ഇത് മുൻനിർത്തി ബിജെപി അടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. CPIM തുടർച്ചയായി 2 പതിറ്റാണ്ടുകാലം ഭരണം കൈയാളിയിട്ടും ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ വികസനമെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബിജെപി സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ കുറ്റപ്പെടുത്തി. SC/ST ജനസമൂഹത്തെ അവഗണിക്കുന്ന ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള പ്രതിഷേധ ഭാഗമായി ബിജെപി അടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നോക്ക ജനവിഭാഗത്തിന് ലഭിക്കേണ്ടുന്ന ഫണ്ടുകൾ ഈ പഞ്ചായത്തിൽ ഭരണസമിതി വകമാറ്റി ചെലവഴിക്കുകയാണെന്നും സജീവൻ ആരോപിച്ചു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കാരുടെ പരിപാടി നിയമം പാസാക്കലല്ലോ. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അവർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അനുവദിക്കുന്ന ഫണ്ട് അത് യഥാവധി വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ മുഖ്യ ചുമതല. പക്ഷേ ഇവിടെ എനിക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്, ഇവിടുത്തെ പട്ടികജാതി പട്ടിക വികസന ഫണ്ട് അത് എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. രാവിലെ പോവാണ്. SC/ST ഫണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഇത് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പരിശോധിച്ചപ്പോ ദേലമ്പാടി പഞ്ചായത്തിൽ മാത്രമല്ല, ഇത് ഏറ്റവും കൂടുതൽ അട്ടിമറിക്കാൻ, ഏറ്റവും കൂടുതൽ കൈയിട്ട് വാരാൻ ഈ കേരളത്തിലെ ഒരു മാഫിയ തന്നെ ഉണ്ട്. ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് രാജേഷ് പാണ്ഡി അധ്യക്ഷനായി. പാർട്ടി ദേശീയ കൌൺസിൽ അംഗം പ്രമീള സി നായിക്, ജില്ലാ സെക്രട്ടറി മഹേഷ് ഗോപാൽ, മുളിയാർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് പള്ളഞ്ചി, ഏരിയ ജനറൽ സെക്രട്ടറി വിവേകാനന്ദ അടൂർ, സെക്രട്ടറി നാരായണൻ മാസ്റ്റർ, രാജു കോരിക്കണ്ടം തുടങ്ങിയവർ സംസാരിച്ചു. തകർന്ന റോഡുകൾ നന്നാക്കാൻ പോലും മെനക്കെടാത്ത പഞ്ചായത്ത് ഭരണസമിതി ആകെയുള്ള ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാതെ മാസങ്ങൾ പിന്നിടുമ്പോഴും ഒന്നും അറിഞ്ഞില്ലെന്നും കണ്ടില്ലെന്നുമുള്ള നിലപാടിലാണെന്നും ബിജെപി പരാതിയായി പറയുന്നു. ന്യൂസ് ബ്യൂറോ, അടൂർ.